സൺഫ്ലവർ ഗാർഡൻ, ഹെയ്ലി ഐലൻഡ് കേട്ടോ. അതെ, ഞങ്ങളും പോയി സൺഫ്ലവർ ഗാർഡനിൽ. അങ്ങനെ 3 വർഷം UK വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ സൺഫ്ലവർ ഗാർഡൻ കാണാൻ പോകുന്നതൊക്കെ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 30 മിനിറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ ഡ്രൈവ്. പോസ്മോത്ത് ഡാമിലെ അപ്പുറത്തായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്കുള്ള ഐലൻഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ വ്യൂ ആണ് കേട്ടോ. നല്ല രസമായിരുന്നു. അതൊരു ഷിപ്പ് യാർഡ് ആണെന്ന് തോന്നുന്നു. കുറേ ഷിപ്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല വ്യൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു ക്ലൈമറ്റ്. അന്ന് എക്സ്ട്രീം 28 ഡിഗ്രി ഉണ്ടായിരുന്നു ചൂട്. അപ്പോൾ കുറേ സൺസ്ക്രീമും എല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും ദേഹത്ത് വാരി പൂത്തിയാണ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത്. എൻട്രി ഫ്രീ ആയിട്ട് വരുന്നത് ഒരു അഡൽറ്റിന് 7 പൗണ്ടാണ്. ഈ 7 പൗണ്ടിനകത്ത് പിന്നെ കിഡ്സിന് ഫ്രീ ആട്ടോ. 7 പൗണ്ടിൽ നമുക്ക് 3 സൺഫ്ലവർ പ്ലക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഒരാൾക്ക്. അങ്ങനെ ഞങ്ങൾ കയറി ചെന്നപ്പം ഒരു ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല സൺഫ്ലവർ ഉണ്ടായിരുന്നു, ലോട്ട് ഓഫ് ഫ്ലവേഴ്സ്, വൈൽഡ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഈ പൂക്കളും ചെടികളും ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരുമാതിരി എല്ലാം പറിക്കണം എന്നുള്ള രീതിയായിരുന്നു കേട്ടോ കണ്ടിട്ട്. പക്ഷേ എന്നാ പറയാനാ, സൺഫ്ലവർ അവിടെ വൈൽഡ് ഫ്ലവേഴ്സ് പറിക്കാനായെങ്കിൽ പോലും അതിന് പറിച്ച് അവിടെ ചെല്ലുമ്പോൾ എക്സിറ്റിൽ നമ്മൾ 5 പൗണ്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഇവയ്ക്ക് കുറേ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിൽ ഒന്ന് ചോദിച്ചപ്പോൾ ഒന്ന് പോസും ചെയ്തു തന്നു എൻ്റെ കെട്ടിയ. കുറേ സൺഫ്ലവർ ഉണ്ടായിരുന്നു. കുറച്ച് നോക്കിയപ്പം നമുക്ക് കുറച്ചും കൂടെ നേരത്തെ ചെന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി. കാരണം കുറേ നല്ല സൺഫ്ലവേഴ്സൊക്കെ അതിൻ്റെ സീസൺ കഴിഞ്ഞ് അത് ഫെയ്ഡാകാൻ തുടങ്ങി. അപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സെക്ഷനിൽ പിക്കപ്പ് ചെയ്യാനുള്ള സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടം വരെ ഒന്നും പോയില്ല. അതിന് മുമ്പേക്കും ഇവയും ഈതനും ഭയങ്കര വഴക്കായിരുന്നു. അവർ സോ ടയേർഡായിരുന്നു. പിന്നെ കാരണം ചൂടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് സൺഫ്ലവറൊക്കെ പഠിച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് പോകുന്ന എക്സിറ്റിലും ഉണ്ടായിരുന്നു കുറേ വൈൽഡ് ഫ്ലവേഴ്സ്. അതാണ് ഈ കാണുന്നതൊക്കെ. ഭയങ്കര ബ്യൂട്ടിഫുൾ, പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാം മിക്സ് ചെയ്ത് കിടക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ പ്ലക്ക് ചെയ്തു. എന്നിട്ടും ഈ ഇരിപ്പ് മടുത്ത് ടയേർഡായിട്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു.